കേട്ടോ? ആ എന്ത് സ്റ്റൈലാ വേണ്ട? വേഗം പറ. കർട്ടൻ ബാങ്ക്സ് എങ്ങനെ? Good scissors. Look at this. You're cut with this. അത് ഞാൻ കട്ട് ചെയ്തോളാം. നീ ഇത് പറ, ഇത് എങ്ങനെയാ കട്ട് ചെയ്ത് തരണ്ടേന്ന് പറ. കാണിച്ചു തരൂ. മുടി അമ്മയ്ക്ക് പറഞ്ഞു തന്നാലല്ലേ മനസ്സിലാവും. Mom is not cutting, by the way, because she doesn't like it. നിനക്ക് എന്റെ മുടി വെട്ടണത് ഇഷ്ടമാണോ മോളെ? അപ്പൊ ഇപ്പൊ വൂൾഫ് കട്ടാണോ വേണ്ടേ? മുഴുവൻ മുടി ഞാൻ വെട്ടില്ല, ഞാൻ ജസ്റ്റ് ബാങ്ക്സ് മാത്രം കട്ട് ചെയ്ത് തരാം. അതെങ്ങനെയാ? वीडियो क्यों बनने लगे? ये क्या किया? വെട്ടാനുള്ള അയ്യോ ഇതൊന്നായിരുന്നു. खुद ही कैसे कर दो? मेरा पिंपल पड़ गया. ഗുഡ് മോർണിംഗ് ഗായ്സ്, ഇത് വിജയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളിരിക്കണ കണ്ടില്ലേ, കയ്യിലൊരു കത്രികയായിട്ടാണ് ഇരിക്കണേ. അപ്പം നിങ്ങൾക്ക് ഉദ്ദേശിക്കാം ഇതെന്തിനുള്ള പുറപ്പാടാണ്. അവൾക്ക് മുടി വെട്ടണം. അപ്പോൾ അവൾക്ക് മുടി ഞാൻ മുടി നന്നായിട്ട് വെട്ടുട്ടാ, ഒരു വിധമൊക്കെ നന്നായി വെട്ടും. എൻ്റെ ഫാമിലിയിൽ എല്ലാവരുടെയും മുടി ഞാൻ തന്നെയാണ് വെട്ടിക്കണേ. കോവിഡ് സമയത്ത് കിട്ടിയ ഒരു സ്കില്ലാണ്. അപ്പോൾ അവൾ എൻ്റെ പിന്നാലെ നടക്കുകയാണ്. അവൾക്ക് ലെയർ കട്ട് വേണമെന്നു. ലെയർ കട്ടല്ല തോന്നുന്നുണ്ട്, കർട്ടൻ ബാങ്ക്സ്. ഇപ്പോഴത്തെ യങ് ജനറേഷൻ അല്ലേ, കർട്ടൻ ബാങ്ക്സ് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നാലെ കുറേ നാളായി നടക്കണു. അപ്പോൾ ബോർഡ് എക്സാമൊക്കെ ആയ കാരണം എനിക്ക് തീരെ സമയം ഉണ്ടായിരുന്നില്ല. എനിക്കും ഉണ്ടായിരുന്നില്ല, അവൾക്കും ഉണ്ടായിരുന്നില്ല. അവൾ വാശി പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു പരീക്ഷ കഴിഞ്ഞിട്ട് ആവാം. അപ്പോൾ ഇന്ന് ശരി, അവളുടെ ഈ ശരണം വിളി കേട്ട് മടുത്തിട്ട് ഇന്ന് ഞാൻ വിചാരിച്ചു അവളുടെ മുടി ഒരു പരീക്ഷണ ടെസ്റ്റിന് ഇടാന്ന്. എൻ്റെ മോളുടെ പോലെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ടീനേജർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കും സ്വന്തമായിട്ട് വീട്ടിൽ ഒരു കർട്ടൻ ബാങ്ക്സ് ഒക്കെ ഇടണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ട്. പാർലറിലേക്ക് പോകുന്നു വേണ്ട, വീട്ടിൽ തന്നെ ചെയ്യാമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് അമ്മയ്ക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുത്താൽ മതിട്ടാ. അമ്മയ്ക്ക് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ ഒന്ന് പരീക്ഷിച്ചാൽ മതിട്ടാ. റിസൾട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചീത്ത പറയില്ലേ. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. ഞാനും വലിയ ഹെയർ കട്ട് ചെയ്യണ ആളൊന്നും അല്ല, ബാർബറൊന്നും അല്ല കേട്ടോ. ഞാൻ ഒരു ഊഹം വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യും. പിന്നെ എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉള്ള കാരണം കട്ട് ചെയ്യും. പിന്നെ അതല്ല, മോളും കുറച്ച് ഗൈഡ് ചെയ്യും. അവൾ ഈ കൊറിയൻ ചാനലും ചൈന ചാനലൊക്കെ കണ്ട്, ജപ്പാൻ ചാനലൊക്കെ കണ്ട് ഒരു ഐഡിയ അവൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവളിങ്ങനെ എന്നെ ഗൈഡ് ചെയ്യും. ആ ഗൈഡൻസും പിന്നെ അവൾ കാണിച്ചു തരുന്ന വീഡിയോയും കണ്ടിട്ട് ആ ഗൈഡൻസ് അനുസരിച്ച് ഞാനിങ്ങനെ കട്ട് ചെയ്ത് പോട്ടാ. ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ കുറച്ച് മുടി എടുക്കുക ഫ്രണ്ടിൽ കേട്ടോ. ഇപ്പോൾ ഇവൾക്ക് ഞാൻ ഈ പോണി കെട്ടിയിട്ടിട്ട് പോലെ നിങ്ങൾ നിങ്ങളുടെ മുടി ഇങ്ങനെ പോണിയായിട്ട് കെട്ടിയിടുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഫ്രണ്ടിൽ നിന്ന് മുടി ഈക്വൽ പാർട്ടായിട്ട് രണ്ട് സൈഡിലും എല്ലാ സൈഡിലും ഈക്വൽ ആയിട്ട് എടുക്കണം കേട്ടോ. ഞാനിവിടെ ഈക്വൽ ആയിട്ടോ എന്നാണ് ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ അവളോട് ചോദിക്കുക എത്ര നീട്ടം വരെ വേണം, ചെവിയുടെ താഴെ വരെ ഇറങ്ങണമെന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് റൈറ്റ് സൈഡ്, ഇപ്പോൾ നിങ്ങൾ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് ആയിട്ട് തോന്നുക, പക്ഷെ ഞാൻ റൈറ്റ് സൈഡ് അവളുടെ ചെയ്യണം കേട്ടോ. റൈറ്റ് സൈഡിലത്തെ മുടി ലെഫ്റ്റ് സൈഡിലേക്ക് വലിച്ചിട്ട് ചെവിന്ന് നോസിലേക്ക് ഉള്ള ഡയറക്ഷനിൽ സ്ലാൻഡിങ് പൊസിഷനിൽ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ സ്ലാൻഡിങ് പൊസിഷനിൽ കിട്ടും. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മുടി വലിച്ചെടുക്കുക റൈറ്റ് സൈഡിലേക്ക്. എന്നിട്ട് നോസ് ടു ഇയറിലേക്ക് കണ്ട, നോസ് ടു ഇയറിലേക്ക് സ്ലാൻഡിങ് ആയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതാണ് അതിൻ്റെ ടെക്നിക്ക് ബേസിക് ആയിട്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ, രണ്ട് സൈഡ് ഈക്വൽ ഇങ്ങനെ കട്ടായി പോയി നല്ല ഭംഗിയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടും ഞാൻ ഈക്വൽ ആണെന്ന്, എന്നിട്ട് രണ്ടും ലെഫ്റ്റ് സൈഡിലത്തെ മുടിയും റൈറ്റ് സൈഡിലത്തെ മുടിയും ഒന്നിച്ചെടുക്കുക. എന്നിട്ട് അതിനെ ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ടിപ്പ് ഇങ്ങനെ ഈ ഞാനിപ്പോൾ കട്ട് ചെയ്യണ സ്റ്റൈലിൽ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഷാർപ്പ് എഡ്ജസൊക്കെ കളയാം. അപ്പോൾ അത് ബ്ലെൻഡായി പൊക്കോളും ആ മുടി. ഇങ്ങനെ ഷാർപ്പ് എഡ്ജസ് കാണില്ല കേട്ടോ. നോക്കൂ എത്ര ഭംഗിയില മുടി കട്ടായി വന്നേക്കണേ, കണ്ട രണ്ട് സൈഡിലും സ്ലാൻഡിങ് വേല്. ഓക്കെ, ഇപ്പം ഞാൻ വീണ്ടും അതന്നെ നോക്കണേ, സ്ലാൻഡ് ആയോന്ന്, നന്നായിട്ട് സ്ലാൻഡ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഇതിപ്പോൾ കുറച്ച് പേർക്ക് ഇനി നടുവിൽ ഓൾറെഡി ഇപ്പോൾ രണ്ട് സൈഡിലത്തെയും കർട്ടൻ ബാങ്ക്സ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സെൻറ്ററിൽ കുറച്ച് മുമ്പിൽ മുടി വേണം, ചെറുതായിട്ട് മുടി ഇങ്ങനെ ബാങ്ക്സ് പോലെ കിടക്കണം. അപ്പോൾ കുറച്ച് പോർഷൻ സെൻറ്ററിൽ നിന്ന് എടുക്കുക കേട്ടോ. അതിപ്പോൾ ഇവള് കാണിച്ചു തന്നെ രണ്ട് പോർഷനും ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും കുറച്ച് മുടി എടുത്തിട്ട് അത് ഞാൻ നോസ് ലെങ്ത്തിൽ നിന്ന് അത് നിങ്ങൾ സ്ട്രെയിറ്റ് ആയി കട്ട് ചെയ്തോളൂ, അതിൽ കുഴപ്പമൊന്നുമില്ല. ഇത് ഇത്ര ഞാൻ കാണിച്ച അത്ര തന്നെ
കട്ട് ചെയ്യണ്ടോ. അപ്പോൾ നോക്കൂ എന്ത് ഭംഗിയില്ല. അതും ഇതേപോലെ തന്നെ അതിൻ്റെ ടിപ്പ് ഒന്ന് ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യണ പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുടിയുടെ ഷാർപ്പ് എഡ്ജസ് മാറി കിട്ടും. അത് മറ്റേ മുടിയുടെ കൂടെ ബ്ലെൻഡായി പോവും. ഇങ്ങനെ ഷാർപ്പായിട്ട് എഡ്ജ് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്കിൽ മുടി വെട്ടണം കേട്ടോ. ഇനി 2 സൈഡിലേക്കും വീണ്ടും വകച്ചിലിട്ടിട്ട് ഒന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ടോപ്പ് ടു ബോട്ടം ഇങ്ങനെ കർവി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ പിടിച്ച പോലെ തന്നെ ഇങ്ങനെ ഫിംഗേഴ്സ് കൊണ്ട് പിടിക്കണം കേട്ടോ. എന്നിട്ട് കർവി അത് ബേസിക്കലി അതിൻ്റെ അർത്ഥം ഞാൻ ചെയ്യണതിൻ്റെ അർത്ഥം ഇതാണെങ്കിൽ എല്ലാ മുടിയും ഈക്വലി ബ്ലെൻഡായി കിട്ടാൻ. ഇങ്ങനെ നമ്മൾ നടുവെന്നെടുത്ത മുടിയും നേരത്തെ വെട്ടിയ മുടിയും നടുവെന്ന് വെട്ടിയ മുടിയും നേരത്തെ വെട്ടിയ മുടിയും കൂടി ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടിയും പാർട്ടീഷൻ എടുത്തിട്ട് രണ്ടും ഇങ്ങനെ കർവി ഷേപ്പ് കൊടുത്തത് കേട്ടോ. അപ്പോൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണു നിങ്ങൾക്ക് ഞാൻ ചെയ്ത സ്റ്റൈല്. അപ്പോൾ നോക്കൂ അതിൻ്റെ ഔട്ട്കം നിങ്ങൾ തന്നെ കണ്ടോളൂ. എന്ത് ഭംഗിയായിട്ട് ക്യൂട്ടായിട്ട് അവളുടെ ഫേസിന് നല്ലോണം യോജിക്കുന്നു. ഇപ്പോൾ അവൾ ചൈനക്കാരിയായി മാറിയില്ലേ.